ആ ട്രയാങ്കിളിന്റെ പേരാണ് ട്രയാങ്കിൾ തിയറി ഓഫ് ലവ്. ഈ ട്രയാങ്കിൾ തിയറി ഓഫ് ലവിനകത്ത് എന്തൊക്കെ വരും? ഇന്റിമസിയും, പാഷനും, കമ്മിറ്റ്മെന്റും. ഇന്റിമസി എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് അവർ പരസ്പരമുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വെറും സംസാരം മാത്രമല്ല, അവരുടെ നോട്ടം, അവരുടെ പരസ്പരം നോക്കുമ്പോഴുണ്ടാകുന്ന ഫീലിംഗ്, അതുപോലെ തന്നെ അവരുടെ താല്പര്യം, അതുപോലെ ഓരോ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ കാണിക്കുന്ന മനോഭാവം, ഇതൊക്കെയാണ് ഇന്റിമസി എന്ന് പറയുന്നത്. ഇന്റിമസി എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും അടുത്ത ആളാണ്, അതിൽ ഇന്റിമേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും, ആഹാരത്തിന്റെ കാര്യത്തിലായാലും, പിന്നെ ഒരുങ്ങുന്നതിന്റെ കാര്യത്തിലായാലും, സംസാരിക്കുന്ന കാര്യത്തിലായാലും, ഭാവിയെ പറ്റി സംസാരിക്കുന്നത്, ഇതെല്ലാം ഇന്റിമസിക്കകത്ത് വരുന്നത്. പിന്നുള്ള പാഷൻ. പാഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ റിലേഷനാണ്, അല്ലെങ്കിൽ ഫിസിക്കൽ അട്രാക്ഷനാണ്. ശാരീരികമായിട്ടുള്ള അട്രാക്ഷൻ, ബന്ധം, അതുപോലെ തന്നെ സെക്സ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള പാഷൻ. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് ആണ്. കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും. ഭാര്യ വിചാരിക്കുന്നത് ഭർത്താവ് എൻ്റെ സ്വന്തമാണ്, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. ഭർത്താവ് വിചാരിക്കുന്നു ഭാര്യ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവളാണ് എന്നുള്ള മനോഭാവത്തോടുകൂടി സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടുള്ള താല്പര്യ സംരക്ഷണമാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഒരു കാര്യം പറഞ്ഞാൽ സത്യസന്ധമായിരിക്കുക, അത് ആത്മാർത്ഥമായി നടപ്പിലാക്കുക, നടപ്പിലാക്കാൻ പറ്റാത്തതിന്റെ കാരണങ്ങൾ വിശദീകരിക്കുക, അത് ജെന്യൂൻ ആയിരിക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഈ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ചെറുക്കനും പെണ്ണും കല്യാണം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ ഇന്ന് കാണപ്പെടുന്നത് ആദ്യം നാള് ചേരുവോന്ന് നോക്കുക എന്നുള്ളതാണ്. ഒരിക്കലും അത് ശരിയല്ല. അല്ലെ ജാതകം ചേരുവോന്ന് നോക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ശരിയല്ല. എൻ്റെ അച്ഛനും അമ്മയും ജാതകം ചേരത്തില്ലെന്ന് പറഞ്ഞപ്പം അച്ഛൻ പറഞ്ഞ് ഇത് തന്നെ നടത്തണം. അവർ രണ്ടുപേരും 51 വർഷം ജീവിച്ചിട്ടാണ് മരിച്ചത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കേട്ടില്ലേ, ജയറാമൻ ഭാര്യ അവരുടെ ജാതകങ്ങൾ ചേർത്ത് വെച്ചാൽ തീ കത്തും എന്ന് പറഞ്ഞത് ജ്യോത്സ്യന്മാർ. എന്നിട്ട് അവരിപ്പോഴും ഭാര്യാഭർത്താക്കന്മാരായിട്ട് തന്നെ ജീവിക്കണം. എന്നാൽ ഇതെല്ലാം നോക്കി നടത്തുന്ന കല്യാണങ്ങൾ പലപ്പോഴും പൊട്ടിപ്പാളീസാവുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആദ്യത്തെ കല്യാണത്തിന് എല്ലാം നോക്കും, പിന്നെ രണ്ടാമത്തെ കല്യാണത്തിന് കുറച്ച് നോക്കും, മൂന്നാമത്തെ കല്യാണം ആകുമ്പോൾ ഒന്നും വേണ്ട. ഇതൊക്കെ ഇപ്പൊ സാധാരണയായിട്ട് കണ്ടുവരുന്നത്. അപ്പം മനുഷ്യൻ മനസ്സിലാക്കുക എന്താണ് ശരിയായ രീതികൾ, ആ ശരിയായ എന്ത് രീതികളാണ് നമ്മൾ പിന്തുടരേണ്ടത്. അല്ലാതെ എവിടെങ്കിലും കിടക്കുന്ന ഒരു പെണ്ണിന്റെയും ചെറുക്കന്റെയും ഏതെങ്കിലും ജനിച്ച സമയം നോക്കി, ജനിച്ച സമയം തന്നെ എങ്ങനെയാ കൃത്യമായിട്ട് പറയുന്നത്? അണ്ടവും ബീജവും സംയോജിച്ചപ്പോഴാണോ ജനിച്ചത്? അതോ കുട്ടി അതിന്റെ തല പുറത്ത് വന്നപ്പോഴാണോ ജനിച്ചത്? അതോ പൊക്കിൾക്കൂടി മുറിച്ചപ്പോഴാണോ ജനിച്ചത്? എപ്പോഴാന്ന് ആർക്ക് പറയാൻ കഴിയും?